കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലുണ്ടായ ദാരുണമായ ആ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു അന്ന് കേരളം മുഴുവൻ കണ്ടത്. മറ്റേതൊരു അപകടവും പോലെ കൂടി വന്നാൽ ഒരാഴ്ച, അതിനപ്പുറത്തേക്ക് ആ വാർത്തകൾക്ക് പ്രായമുണ്ടാകില്ല. പിന്നെ നമ്മളെല്ലാം അത് മറക്കും. പിന്നെ പുതിയൊരു വാർത്ത വരുമ്പോഴേക്കും നമ്മുടെ കരൾ വീണ്ടും അലിയും. എന്തുകൊണ്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു? അത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും? അങ്ങനെയൊന്നും ആരും ചിന്തിച്ചോ ചെയ്തോ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് എന്നല്ലേ പറയാം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാൽപ്പാറയിൽ ഉണ്ടായ ദാരുണമായ ദുരന്തം കണ്ടോ? 13 പേര് സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം 13ാം നമ്പർ വളവിൽ അപകടത്തിൽപ്പെടുന്നു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അതെല്ലാം വെറും അന്ധവിശ്വാസമല്ലേ സുഹൃത്തേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. 13 അല്ലാത്ത നമ്പറുകളിൽ എത്രയോ അപകടം നടക്കുന്നു. അതിനെപ്പറ്റി നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ നിശബ്ദനായി. സംഗതി സത്യമാണ്, അന്ധവിശ്വാസം തന്നെ. എന്നാൽ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുമ്പോൾ, ഒരു വണ്ടിയുടെ നമ്പർ കിട്ടുമ്പോൾ 13 വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ വീഡിയോ ഈ പറഞ്ഞതിൻ്റെ ശരി തെറ്റുകളിലേക്ക് ഒരു അന്വേഷണമാണ്. ഒപ്പം മലമ്പാതകളിൽ എങ്ങനെ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യാം എന്നതിനെപ്പറ്റിയുള്ള ഒരു 10 ഡ്രൈവിംഗ് ടിപ്സ് കൂടി ചേർത്തുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വാൽപ്പാറയിലെ 9ാം നമ്പർ വളവിലും 10ാം നമ്പർ വളവിലും ഒക്കെ അപകടങ്ങൾ നടക്കാറുണ്ടെങ്കിലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ 13 എന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു അപകടം നടക്കുമ്പോൾ അത് ചർച്ചയാകുന്നത് സ്വാഭാവികമാണ്. 13ാം നമ്പർ വളവിൽ 13 പേരുമായി പോയ വണ്ടി അപകടത്തിൽപ്പെട്ടു എന്നത് ഒരു വിചിത്രമായ യാദൃശ്ചികതയായി തോന്നാം. ലോകമെമ്പാടും 13 എന്ന നമ്പറിനോടുള്ള ഭയത്തെ ട്രിസ്കൈഡക്കാഫോബിയ എന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രീയമായി ഇതിന് തെളിവുകൾ ഇല്ലെങ്കിലും ചരിത്രത്തിൽ 13ാം നമ്പറുമായി ബന്ധപ്പെട്ട് നടന്ന ചില പ്രശസ്തമായ ദുരന്തങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പോളോ 13 എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നാസയുടെ ഒരു ചാന്ദ്ര ദൗത്യമായിരുന്നു അത്. ഏപ്രിൽ 13 പേടകത്തിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും ദൗത്യം പരാജയപ്പെടുകയും ചെയ്തു. ഭാഗ്യവശാൽ യാത്രികർ രക്ഷപ്പെട്ടു. 13th ഫ്രൈഡേ എന്ന് കേട്ടിട്ടില്ലേ? ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായ നൈറ്റ്സ് ടെംപ്ലർ തടവിലാക്കപ്പെട്ടതും വധിക്കപ്പെട്ടതും 1307 ഒക്ടോബർ 13 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അന്നു മുതലാണ് ഫ്രൈഡേ 13 ഒരു ദുരന്ത ദിനമായി പലരും കാണുവാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് മേൽ ബോംബ് വർഷിച്ചത് 1940 സെപ്റ്റംബർ 13 വെള്ളിയാഴ്ചയായിരുന്നു. 1952 ജൂൺ 13 ഒരു സ്വീഡിഷ് സൈനിക വിമാനം ബാൾട്ടിക് കടലിന് മുകളിൽ കാണാതെയായി. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ പോയ മറ്റൊരു വിമാനവും വെടിവെച്ചിടപ്പെട്ടു. ദശകങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതേപോലെ തന്നെ 1972 ആൻഡീസ് വിമാന അപകടം കേട്ടിട്ടില്ലേ? ഉറുഗ്വൻ വ്യോമസേനയുടെ വിമാനം ആൻഡീസ് പർവ്വതനിരകളിൽ തകർന്നു വീണത് 1972 ഒക്ടോബർ 13 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. 72 ദിവസത്തോളം അതിജീവനത്തിനായി പൊരുതിയ യാത്രികർക്ക് ഒടുവിൽ നരഭോജികളായി മാറേണ്ടി വന്ന ഭയാനകമായ ചരിത്രമാണത്. 1939 ഓസ്ട്രേലിയൻ കാട്ടുതീയും ഇതുപോലെ ഒന്നാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ 1939 ജനുവരി 13 വെള്ളിയാഴ്ച ഉണ്ടായ കാട്ടുതീയിൽ 71 പേർ മരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പാരീസിൽ വെച്ച് ഡയാന രാജകുമാരി സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചത് അവിടുത്തെ ടണലിലെ 13ാം നമ്പർ തൂണിലായിരുന്നു. സെപ്റ്റംബർ 13 1996 പ്രത്യേകതയുണ്ട്. ട്യൂപാക് ഷാക്കൂർ, പ്രശസ്ത അമേരിക്കൻ റാപ്പറായിരുന്ന ട്യൂപാക് ഷാക്കൂർ വെടിയേറ്റ് മരിച്ചത് ഒരു വെള്ളിയാഴ്ച, അതും 13ാം തീയതിയായിരുന്നു. കോസ്റ്റ കോൺകോഡിയ ദുരന്തത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? 2012 ജനുവരി 13 അതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഇറ്റാലിയൻ തീരത്ത് വെച്ച് കോസ്റ്റ കോൺകോഡിയ എന്ന ആഡംബര കപ്പൽ പാറയിൽ ഇടിച്ചു മറിഞ്ഞു. 32 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. അതുപോലെ തന്നെ ഡൽഹിയിലെ ഉപഹാർ സിനിമാ തിയേറ്ററിൽ 59 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം നടന്നത് 1997 ജൂൺ 13 അതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കെ അപകട സാധ്യത കണക്കിലെടുത്ത് വർഷങ്ങളോളം ഫോർമുല 1 റേസിംഗ് കാറുകളിൽ 13 എന്ന നമ്പർ നൽകാറില്ലായിരുന്നു. കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇതിനു മുമ്പ് 13ാം നമ്പർ കാർ ഓടിച്ചിരുന്ന 2 ഡ്രൈവർമാർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു.
ഇതൊരു അന്ധവിശ്വാസമാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? മനഃശാസ്ത്രജ്ഞർ ഇതിനെ കൺഫർമേഷൻ ബയാസ് എന്ന് വിളിക്കുന്നു. അതായത് 13 എന്ന നമ്പറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോശം സംഭവിച്ചാൽ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ് ഈ ഭയം നിലനിൽക്കുന്നത്? ഇതിനൊരു കാരണമുണ്ട്. പണ്ടുകാലം മുതലേ 12 എന്ന നമ്പറിനെ പൂർണ്ണതയുള്ള ഒന്നായി നമ്മൾ കണക്കാക്കിയിരുന്നു. 12 മാസങ്ങൾ, 12 രാശികൾ, ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ. അതിനാൽ അതിനുശേഷമുള്ള 13നെ ക്രമരഹിതമായ അല്ലെങ്കിൽ അശുഭകരമായ ഒന്നായി ആളുകൾ കരുതിപ്പോന്നു. ഒരു അപകടം അത് 12-ാം വളവിലോ 14-ാം വളവിലോ നടന്നാൽ നമ്മൾ നമ്പറിന് അത്ര പ്രാധാന്യം നൽകില്ല, നമ്മൾ ആ നമ്പറിനെ കുറ്റപ്പെടുത്താറില്ല. എന്നാൽ 13-ൽ നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് നേരത്തെ കേട്ടറിഞ്ഞ അന്ധവിശ്വാസങ്ങളുമായി അതിനെ ബന്ധിപ്പിക്കുന്നു. വാൽപ്പാറയിലെ അപകടം തീർച്ചയായും അത് വേദനാജനകമാണ്. ഡ്രൈവറുടെ അശ്രദ്ധയോ റോഡിൻ്റെ അവസ്ഥയോ വാഹനത്തിൻ്റെ തകരാറോ ഒക്കെ ആകാം ഇതിന് കാരണം. എന്നിരുന്നാലും 13 എന്ന നമ്പറിൻ്റെ സാന്നിധ്യം മനുഷ്യൻ്റെ മനസ്സിൽ ഭീതിയും അത്ഭുതവും ജനിപ്പിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും കെട്ടിടങ്ങൾക്ക് 13-ാം നിലയോ ഹോട്ടലുകളിൽ 13-ാം നമ്പർ മുറിയോ ഇല്ലാത്തത്. ശാസ്ത്രം ഇതിനെ യാദൃശ്ചികത എന്ന് വിളിക്കുമ്പോഴും മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ ഇതിന് പിന്നിലെ ദുരൂഹതകൾ കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹെയർപിൻ വളവുകളിൽ സഞ്ചരിക്കുമ്പോൾ എങ്ങനെ വാഹനം ഓടിക്കണം എന്നത് അല്പം കുഴപ്പം പിടിച്ച ഒരു ജോലിയാണ്. ചിലപ്പോൾ 2 വശവും കാണാൻ സാധിക്കാത്ത വളവുകൾ ഉണ്ടാകാം. കയറ്റം കയറി വരുന്ന ചില വാഹനങ്ങൾ കയറ്റം കയറുവാൻ ചിലപ്പോൾ അവരുടെ വലതുവശത്തു കൂടി കയറി വരുന്നത് കാണാം. ആ സമയത്ത് എതിരെയുള്ള വാഹനവും അതേപോലെ തന്നെ ഒരു പരസ്പര ധാരണയിൽ വലതുവശത്തു കൂടി ഇറങ്ങി വരും. യഥാർത്ഥത്തിൽ 2 പേരും ഇടതുവശമാണ് പോകേണ്ടത്. എങ്കിലും ഇങ്ങനെ ഒട്ടേറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഡ്രൈവിങ്ങിൽ അവിടെ കാണാം. ഇതെല്ലാം ചേർത്ത് ഹെയർപിൻ വളവുകൾ എങ്ങനെ അപകടരഹിതമായി, പ്രത്യേകിച്ചും വീതി കുറഞ്ഞ റോഡുകളിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു 10 ഡ്രൈവിംഗ് ടിപ്സാണ് ഞാനിവിടെ നൽകുന്നത്. ഹെയർപിൻ വളവുകൾ നിറഞ്ഞ മലമ്പാതകളിലൂടെയുള്ള ഡ്രൈവിംഗ് വളരെ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. പലപ്പോഴും വലിയ വാഹനങ്ങൾക്ക് തിരിയാൻ സൗകര്യത്തിനായി റോഡിൻ്റെ നിയമങ്ങൾക്കപ്പുറം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവർമാർക്ക് അവിടെ ചെയ്യേണ്ടി വരാറുണ്ട്. വീതി കുറഞ്ഞ റോഡുകളിലെ ഹെയർപിൻ വളവുകൾ അപകടരഹിതമായി കടന്നു പോകുവാൻ സഹായിക്കുന്ന 10 പ്രധാന ഡ്രൈവിംഗ് ടിപ്പുകളാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഒരു റൂളുണ്ട്, ഒരു നിയമമുണ്ട്. കയറ്റം കയറി വരുന്നവർക്ക് മുൻഗണന നൽകുക. പ്രയോറിറ്റി ടു അപ്ഹിൽ ട്രാഫിക് അല്ലെങ്കിൽ ഗീവ് വേ ടു അപ്ഹിൽ ട്രാഫിക്. മലമ്പാതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണിത്. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് അത് പാതി വഴിയിൽ നിർത്തുന്നത് ബുദ്ധിമുട്ടായതിനാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുവാൻ പ്രയാസമായതിനാലും അവർക്ക് പോകുവാൻ ആദ്യം സൗകര്യം ചെയ്തു കൊടുക്കുക. ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് ഒതുക്കി നിർത്തണം. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങളുടെ ഹോൺ മുഴക്കുക. കാഴ്ച മറയ്ക്കുന്ന വളവുകളിൽ ബ്ലൈൻഡ് കേഴ്സ് ഉണ്ടാവും. അവിടെയൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധമായും ഹോൺ മുഴക്കുക. നിങ്ങളുടെ സാന്നിധ്യം എതിർദിശയിൽ വരുന്ന വാഹനത്തെ അറിയിക്കുവാൻ ഇത് സഹായിക്കും. പകൽ സമയത്ത് ഹോണും രാത്രി സമയത്ത് ഡിപ്പർ ലൈറ്റും, ലോ ബീമും ഹൈ ബീമും ടോൾ ചെയ്ത് ഉപയോഗിക്കുക. മൂന്നാമത്തെ ഒരു നിയമം, ലോ ഗിയറുകൾ മാത്രം ഉപയോഗിക്കുക. കയറ്റത്തിലും ഇറക്കത്തിലും ലോ ഗിയറുകൾ, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറുകൾ ഉപയോഗിക്കുക. കയറ്റത്തിൽ വാഹനത്തിന് ആവശ്യമായ കരുത്ത്, ടോർക്ക് ലഭിക്കുവാനും ഇറക്കത്തിൽ എൻജിൻ ബ്രേക്കിംഗ് വഴി വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കും. ഇറക്കത്തിൽ അമിതമായി ബ്രേക്ക് ഉപയോഗിക്കുന്നത് ബ്രേക്ക് ലൈനറുകൾ ചൂടായി ബ്രേക്ക് നഷ്ടപ്പെടുവാൻ കാരണമാകും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കയറ്റം കയറുവാൻ ഉപയോഗിക്കുന്ന അതേ ഗിയറിൽ വേണം വാഹനം ഇറങ്ങി വരുവാനും എന്ന്. നാലാമത്തെ കാര്യം, വലിയ വാഹനങ്ങൾക്ക് അകലം പാലിക്കുക. ബസ്സുകൾക്കും ലോറികൾക്കും തിരിയുവാൻ വലിയൊരു ഇടം, ടേണിംഗ് റേഡിയസ് ആവശ്യമാണ്. അവർ വളവ് തിരിയുമ്പോൾ റോഡിൻ്റെ മറുഭാഗത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം വാഹനങ്ങളുടെ തൊട്ടു പിന്നിൽ പോകാതെയും അവർ വളവ് പൂർത്തിയാക്കുന്നത് വരെ കാത്തുനിന്നും അപകടം ഒഴിവാക്കാം. അഞ്ചാമത്തെ നിയമം, വളവിനുള്ളിൽ ബ്രേക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. വളവിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വേഗത കുറയ്ക്കുക. വളവിനുള്ളിൽ വെച്ച് പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് ടയറുകൾ വഴുതി പോകുവാൻ, അതിൻ്റെ സ്കിഡിങ്ങിന് ഒരുപക്ഷെ കാരണമായേക്കാം. വളവ് തിരിയുമ്പോൾ ആക്സിലറേറ്റർ സാവധാനം കൊടുത്ത് ശീലിക്കുക. ആറാമത്തെ ടിപ്പ്, ലൈൻ അച്ചടക്കം പാലിക്കുക. മലയാളികൾക്ക് പ്രത്യേകിച്ചും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ലൈൻ അച്ചടക്കം പാലിക്കുക എന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുമ്പോൾ റോഡിൻ്റെ ഇടതുവശം തന്നെ പോകാൻ ശ്രമിക്കുക. എപ്പോഴും ആ ഇടതുവശം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. എന്നാൽ വളരെ വീതി കുറഞ്ഞ വളവുകളിൽ വലിയ വാഹനങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര ധാരണയോടെ സ്ഥലം വിട്ടുകൊടുക്കുക. വളവുകളിൽ ഒരിക്കലും റോഡിൻ്റെ മധ്യഭാഗത്ത് വണ്ടി നിർത്തരുത്. ഏഴാമത്തെ ടിപ്പ്,
ഓവർടേക്കിംഗ് കർശനമായിട്ടും ഒഴിവാക്കുക. ഹെയർപിൻ വളവുകളിലോ അതിനടുത്തോ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ്. എതിർവശത്ത് നിന്ന് വരുന്ന വാഹനം കാണാൻ കഴിയില്ല എന്നതാണ് ഇതിന് പ്രധാന കാരണം. 8ാമത്തെ ടിപ്പ്, റോഡ് സൈഡിലെ കണ്ണാടികൾ ശ്രദ്ധിക്കുക. റോഡ് സൈഡിൽ കോൺവെക്സ് മിറേഴ്സ് വെച്ചിട്ടുണ്ടാവും. പല ഹെയർപിൻ വളവുകളിലും എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങളെ കാണുവാൻ വേണ്ടിയാണ് ഈ കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകുക. വളവിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ കണ്ണാടികളിൽ ഒന്ന് നോക്കുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും. 9ാമത്തെ ടിപ്പ്, നിങ്ങളുടെ ടയറുകളുടെ അവസ്ഥ പരിശോധിക്കുക. ചെക്ക് ടയർ കണ്ടീഷൻ. മലമ്പാതകളിൽ ടയറുകളുടെ ഗ്രിപ്പ് വളരെ പ്രധാനമാണ്. തേഞ്ഞ ടയറുകൾ ഹെയർ പിൻ വളവുകളിൽ പെട്ടെന്ന് വഴുതി പോകുവാൻ സാധ്യതയുണ്ട്. യാത്രയ്ക്ക് മുമ്പ് ടയർ പ്രഷറും കണ്ടീഷനും ഉറപ്പുവരുത്തുക. 10ാമത്തെ ടിപ്പ്, ക്ഷമയും ഏകാഗ്രതയുമാണ്. പേഷ്യൻസ് ആൻഡ് കോൺസെൻട്രേഷൻ. മറ്റൊരാൾ തെറ്റായ ദിശയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ രീതിയിൽ വരികയാണെങ്കിൽ പോലും പ്രകോപിതനാകാതെ വാഹനം നിയന്ത്രിക്കുക. വളവുകളിൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനേക്കാൾ ഉപരിയായി ഡ്രൈവിങ്ങിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റോഡിലെ മഞ്ഞ അല്ലെങ്കിൽ വെള്ള വരകൾ ശ്രദ്ധിക്കുക. തുടർച്ചയായ വരകളാണെങ്കിൽ ലെയിൻ മാറരുത് എന്നാണ് അർത്ഥം. മാത്രമല്ല, പലപ്പോഴും മലമ്പാതകളിൽ ഇതുപോലെ വളവുകളിൽ വാഹനങ്ങൾ നിർത്തി പ്രകൃതി സൗന്ദര്യമൊക്കെ ആൾക്കാർ ആസ്വദിക്കുന്നത്, സിനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും അപകടമുണ്ടാക്കും. കാരണം വളവുകളിൽ പലപ്പോഴും വീതി കുറവായിരിക്കും, സ്ഥലവും കുറവായിരിക്കും. അതുകൊണ്ട് പലയിടത്തും ഇത് ഒരു ബോർഡൊക്കെ എഴുതി പലരും വെക്കാറുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഭാഗത്തൊന്നും വാഹനം നിർത്തി ഇറങ്ങി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ വാൽപ്പാറ പോലെയുള്ള മനോഹരമായ മലമ്പാതകളിലൂടെയുള്ള യാത്ര സുരക്ഷിതവും ആസ്വാദ്യകരവുമാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.